ഹായ് ഗൈസ്. ഇന്നത്തെ ഒരു ടോപ്പിക് എന്ന് പറയുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ ഈ ഷെങ്കൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന ആൾക്കാർക്ക് വരുന്നൊരു സംശയമാണ്. കാരണം എനിക്ക് ഒരുപാട് കമൻറ്റുകളും മെസ്സേജുകളും വരാറുണ്ട് ഈ ഒരു വിഷയത്തെക്കുറിച്ച്. സോ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്ന കരുതി. ഏത് BFO സെൻ്ററാണ് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യം എന്നാണ് പലരും ചോദിക്കുന്നത്. ഏതാണ് കിട്ടാൻ എളുപ്പം, ഏതാണ് നല്ലത്, ഏതാണ് പ്രോസസ്സിംഗ് ഒക്കെ ഫാസ്റ്റായിട്ട് നടക്കുന്നതൊക്കെ പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ കുറച്ച് ക്ലയൻസ് പോയത് അനുഭവത്തിൻ്റെയും എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള അനുഭവത്തിൻ്റെയൊക്കെ ഒരു വെളിച്ചത്തിൽ നമ്മൾ പ്രിപ്പയർ ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാ BFO സെൻ്ററിൽ നമുക്കൊന്ന് കമ്പയർ ചെയ്യാം, ഏതാണ് എളുപ്പം, എവിടെയാണുള്ളത്. പക്ഷേ വിസ പ്രോസസ്സിംഗ് ഒക്കെ എല്ലായിടത്തും ഓൾമോസ്റ്റ് സെയിം തന്നെയാണെങ്കിൽ പോലും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉണ്ടാവും. സോ നമുക്ക് എല്ലാ BFO സെൻ്ററിനെ ഒന്ന് ക്ലോസ് ആയിട്ടൊന്ന് വാച്ച് ചെയ്ത് ഏത് BFO സെൻ്ററിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഫാസ്റ്റർ ആൻഡ് ഈസി ആയിട്ട് നിങ്ങളുടെ വിസ പ്രോസസ്സിംഗ് നടക്കുമെന്നതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാം. സോ വീഡിയോ മുഴുവൻ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ നേരെ വീഡിയോയിലേക്ക് പോകാം. സോ ഒന്നാമത്തെ നമുക്ക് നേരെ ഡൽഹിയിലേക്ക് പോകാം. ഡൽഹിയിലെന്ന് വെച്ചാൽ ഓവറോൾ സെൻറ്റിമെൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൺലൈനിലായാലും നമ്മുടെ പോയ ആൾക്കാരുടെയൊക്കെ ഒരു സെൻറ്റിമെൻറ്റ് ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഫീലിംഗ് ആണ്. അവിടെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഹാൻഡിൽ സെൻറ്റർ ആയതുകൊണ്ട് തന്നെ ഇവരുടെ പല കോംപ്ലക്സ് ആയിട്ടുള്ള ഷെങ്കൻ വിസ ആപ്ലിക്കേഷനെ കുറിച്ച് അവിടുത്തെ സ്റ്റാഫ് ഭയങ്കര ഫെമിലിയർ ആണ്. സോ നിങ്ങൾക്കൊരു ക്ലിയർ ഔട്ട്ലുക്ക് അവിടെ നിന്ന് കിട്ടും. പിന്നെ അപ്പോയിൻമെൻറ്റ് അവൈലബിലിറ്റി അവിടെ ഭയങ്കര പാടായിരിക്കും, കാരണം ഹൈ ഡിമാൻഡ് ഉള്ളത് കൊണ്ട് തന്നെ. പിന്നെ പീക്ക് സീസണിലൊക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് വെയിറ്റിംഗ് ടൈം ഉണ്ടാകും. പിന്നെ ചില ആൾക്കാർ പോയിട്ട് പറയുന്നത് വെച്ചാൽ അവിടെ കസ്റ്റമർ സർവീസ് ഒരു ആവറേജ് ആണെന്ന് പറയാറുണ്ട്. പിന്നെ ഇപ്പോൾ ഓൺലൈനിൽ നോക്കുന്ന റിവ്യൂ പ്ലാറ്റ്ഫോം ആണെങ്കിലും റെഡിറ്റ് ആണെങ്കിലും അവിടുത്തെ മിക്സ്ഡ് കമൻസിൻ്റെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരു 5ൽ ഒരു 3.4 അവർക്കുള്ള റേറ്റിംഗ് എന്ന് പറയുന്നത്. സോ വെയിറ്റിംഗ് ടൈം എന്ന് പറഞ്ഞാൽ 20 മുതൽ 60 മിനിറ്റ് വരെ വെയിറ്റിംഗ് ടൈം ഉണ്ട്. പിന്നെ ബയോമെട്രിക്സ് വേണ്ടിയിട്ട് ബയോമെട്രിക് സബ്മിഷനും കൂടെ ഒരു 20 മിനിറ്റ്. അപ്പോൾ ഡൽഹിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു മിക്സ്ഡ് ഫീലിംഗ് ആണ്. പിന്നെ ഈ പറഞ്ഞ പോലെ പീക്ക് സീസണുകളിൽ പ്രോസസ്സിംഗ് ടൈമും വളരെ കുറച്ചുകൂടെ ലെങ്തി ആകാൻ സാധ്യതയുണ്ട്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് മുംബൈയാണ്. മുംബൈയെക്കുറിച്ച് നോക്കുമ്പോഴത്തേക്ക് മുംബൈയിലെ ഒരു സെൻറ്റിമെൻ്റ് എന്ന് പറയുമ്പോൾ മുംബൈയെക്കുറിച്ചുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള ഒരു കസ്റ്റമർ സെൻറ്റിമെൻ്റ് എന്ന് പറയുമ്പം ഓവറോൾ പോസിറ്റീവാണ്. കാരണം വെച്ചാൽ സ്റ്റാഫ് വളരെ പ്രൊഫഷണലാണെന്ന് പലരും പറയാറുണ്ട്. പിന്നെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും അവിടുത്തെ വിസ പ്രോസസ്സിങ്ങും ഒക്കെ വളരെ ഫാസ്റ്റാണെന്ന് പറയുന്നുണ്ട്. പിന്നെ ക്യൂ എല്ലാം വളരെ ഓർഗനൈസ്ഡ് ആണ്. നിങ്ങൾ കയറുന്നത് മൂലം എല്ലാം വെൽ ഓർഗനൈസ്ഡ് ആണ്. പിന്നെ വേറെ ഒരു കംപ്ലൈൻറ്റ് അവിടെ പൊതുവെ പറഞ്ഞ് കേൾക്കുന്നതെന്ന് വെച്ചാൽ അവിടെ ഈ പറഞ്ഞ പോലെ പ്രീമിയം ലോഞ്ച് എന്ന് പറയുന്ന സർവീസ് അപ്സെൽ ചെയ്യും. കാരണം നിങ്ങൾക്കത് വേണ്ടാന്ന് പറഞ്ഞാൽ പോലും അവരത് അപ്സെൽ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ടെന്നുള്ളൊരു കംപ്ലൈൻറ്റ് വരാനുണ്ട്. പിന്നെ സമ്മർ ടൈമിൽ അവിടെ ലിമിറ്റഡ് അപ്പോയിൻമെൻറ്റേ ഉള്ളൂ എന്നുള്ളൊരു പ്രശ്നം മാത്രം കൂടെ ഉണ്ട്. സമ്മർ ടൈമിൽ അവിടെ അപ്പോയിൻമെൻറ്റ് അവൈലബിലിറ്റി വളരെ കുറവായിരിക്കും. പിന്നെ പ്രോസസ്സിങ് ഫാസ്റ്റാണ്. അവിടുത്തെ നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ വിസ പ്രോസസ്സിങ് നിങ്ങളുടെ ബയോമെട്രിക് എല്ലാം കൂടി 45 മിനിറ്റുള്ളിൽ മിക്കവാറും എല്ലാവരുടെയും കഴിഞ്ഞു എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. സോ മുംബൈ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷൻസ് ടു അപ്ലൈ ഫോർ എ ഷെങ്കൻ വിസ. മൂന്നാമത് പറയുന്നത് ബാംഗ്ലൂരാണ്. ബാംഗ്ലൂരും മുംബൈ പോലെ തന്നെ ഓവറോൾ പോസിറ്റീവായിട്ടുള്ളൊരു അപ്രോച്ചാണ്. അപ്പോൾ വെൽ ഓർഗനൈസ്ഡ് ആണ്. അവർക്ക് ഈ ട്രാഫിക് അപ്ഡേറ്റ്, അതായത് ഈ ട്രാക്കിംഗ് അപ്ഡേറ്റും ഇമെയിൽ വഴിയും SMS വഴിയൊക്കെ ട്രാക്കിംഗ് അപ്ഡേറ്റ് കറക്റ്റ് പ്രോപ്പറായിട്ട് പങ്ക്ച്വലായിട്ട് കൊടുക്കാറുണ്ട്. സ്റ്റാഫ് വളരെ ഹെൽപ്ഫുള്ളാണ്. ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു സിസ്റ്റം അവിടെ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള സ്റ്റാഫുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇവിടെയും ഈ പ്രീമിയം ലോഞ്ചിൻ്റെ ഒരു പ്രഷറുണ്ട്. കാരണം അപ്സെല്ലിംഗ് ഉണ്ട്. അവിടെ ചോദിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രീമിയം ലോഞ്ച് എടുത്തേ പറ്റുമോ എന്നുള്ളൊരു ഇതുണ്ട്. അതൊന്നും ഓപ്റ്റ് ഔട്ട് ചെയ്യാനും സമ്മതിക്കില്ല. മാക്സിമം അവർ തന്നെ പ്രഷർ ചെയ്യും എന്നുള്ളൊരു കംപ്ലൈൻറ്റ് ബാംഗ്ലൂരിനെ കുറിച്ചുണ്ട്. പിന്നെ ഡോക്യുമെൻറ്റ് ചെക്ക് ഭയങ്കര സ്ട്രിക്റ്റ് ആണ് അവിടെ. കാരണം വെച്ചാൽ ഡോക്യുമെൻറ്റ് ചെക്ക് BFSൽ അവിടുത്തെ സ്റ്റാഫ് ആയാലും വിസ പ്രോസസ്സിന് മുമ്പ് തന്നെ സ്റ്റാഫിൻ്റെ ഡോക്യുമെൻറ്റ് ചെക്ക് ഇവിടെ വളരെ 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 ഹാർഡാണെന്നും അവിടെ ഒരു കംപ്ലൈൻ്റ് ഉണ്ട്. പിന്നെ അപ്ഡേറ്റ്സിൽ അവർ കളിക്കുന്നത് ക്ലിയർ ആണ്, ഓർഗനൈസ്ഡ് ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ പ്രീമിയം ലോഞ്ചിനും എല്ലാം കൂടെ അവർ 6000 രൂപയ്ക്ക് അടുത്ത് എക്സ്ട്രാ അവർ ചാർജ് ചെയ്യാൻ നിങ്ങളെ നിർബന്ധിക്കുമോ എന്നുള്ളൊരു കംപ്ലൈൻറ്റ് കൂടെ ബാംഗ്ലൂരിൻ്റെ കേസിൽ വരുന്നുണ്ട്. നാലാമത് ചെന്നൈയിലെ ഓവറോൾ പോസിറ്റീവാണ്. ചെന്നൈ എപ്പോഴും പോസിറ്റീവാണ്. സോ ചെന്നൈ പോസിറ്റീവാണ്. ബയോമെട്രിക് പ്രോസസ്സ് ഇവിടെ ഭയങ്കര ഫാസ്റ്റാണെന്നാണ് പറയുന്നത്. പിന്നെ സ്റ്റാഫ് ഭയങ്കര ഡിസിപ്ലിൻഡ് ആണ്. വളരെ പൊളൈറ്റ് ആയിട്ടുള്ള സ്റ്റാഫുണ്ട്. അവിടുത്തെയും ക്യൂ മാനേജ്മെൻറ്റും അവിടുത്തെ ഒരു പ്രോസസ്സിങ് വെൽ ഓർഗനൈസ്ഡ് ആണ്. എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ക്യൂ മാനേജ്മെൻ്റ് ആണ്. കാരണം വെച്ചാൽ കറക്റ്റായിട്ട് ആൾക്കാരെ കയറ്റുക, ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനൊക്കെ ക്ലിയർ ആയിട്ടുള്ളൊരു സ്ട്രക്ചർ അവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഒരു 15 മിനിറ്റ് കൊണ്ട് ബയോമെട്രിക്കും ഡോക്യുമെൻറ്റ് സബ്മിഷനും കഴിയും വൺസ് നിങ്ങൾ എൻ്റർ ആയി കഴിഞ്ഞാൽ. അതുകൊണ്ട് വളരെ ഫാസ്റ്റാണെന്നാണ് പറയുന്നത്.
പിന്നെ ടിപ്പിക്കൽ ഒരു ടൈം ലൈൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ കോൺസുലേറ്റ് അടുത്ത ദിവസം തന്നെ കിട്ടുമെന്നാണ് പറയുന്നത്. പാസ്പോർട്ട് ഒരു 10 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് തിരിച്ച് കിട്ടുമെന്നാണ് ചെന്നൈയുടെ കാര്യത്തിൽ പറയുന്നത്. സോ ചെന്നൈയുടെ ഒരു ഓവറോൾ റിമാർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഇതാണ്. കാരണം ഫാസ്റ്റർ ആപ്ലിക്കേഷൻ, വെൽ ഓർഗനൈസ്ഡ് ക്യൂസ് ആണ്. പിന്നെ ഡോക്യുമെൻ്റ് ആൻഡ് പ്രോസസ്സിംഗ് ടൈം, നിങ്ങളുടെ ബയോമെട്രിക് ടൈം എന്ന് പറഞ്ഞാൽ വിത്തിൻ 15 മിനിറ്റ്സിൽ കഴിയുമെന്നും ചെന്നൈ പോയ ആൾക്കാരെല്ലാം ഒന്നടങ്കം പറയുന്നു. അടുത്തത് കൊൽക്കത്തയാണ്. കൊൽക്കത്ത എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ന്യൂട്രൽ ഒരു സെൻറ്റിമെൻ്റ് ആണ് പോയ ആൾക്കാർ പറയുന്നത്. കാരണം കൊൽക്കത്ത ഒരുപാട് പേര് പോയിട്ടില്ല. പിന്നെ ഇതൊരു പല പല പിന്നെ ട്രാവൽ സൈറ്റുകളുടെയൊക്കെ റിവ്യൂസും അതൊക്കെ ഇവിടെ വെച്ച് നോക്കുമ്പോൾ കൊൽക്കത്തയിൽ ഞാൻ ഏകദേശം ഒരു 100-300 റിവ്യൂ നോക്കിയപ്പോൾ ഒരു ആർക്കും നെഗറ്റീവും പറയാനില്ല, ഒരു പോസിറ്റീവും പറയാനില്ല. ബട്ട് നെഗറ്റീവ് ടു പോസിറ്റീവ് എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ എന്തായാലും ട്രാവൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് തന്നെ സൗത്ത് ഇന്ത്യയിൽ നിന്നും നമ്മുടെ ഈ പറഞ്ഞ പോലെ ആൾക്കാരുടെ ട്രാവൽ വളരെ കുറവായിരിക്കും. കൽക്കത്ത അവിടെ നിന്ന് നിയറസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടുതൽ ട്രാവൽ, സോ ക്രൗഡ് വളരെ കുറവാണെന്ന് പറയാറുണ്ട്. പിന്നെ വെയിറ്റിംഗ് ടൈം വളരെ കുറവാണ്. ക്രൗഡ് കുറവായതുകൊണ്ട് തന്നെ വെയിറ്റിംഗ് ടൈം കുറവാണ്. പിന്നെ പ്രശ്നം എന്ന് വെച്ചാൽ അപ്പോയിൻമെൻറ്റ് സ്ലോട്ടുകൾ അവൈലബിലിറ്റി പ്രശ്നമാണ്. പിന്നെ പിന്നെ ഉണ്ടാകുന്ന ടൂറിസ്റ്റ് സീസൺ, അതായത് ഇപ്പോൾ ഷെങ്കൻ കൺട്രീസിലേക്ക് ടൂറിസ്റ്റ് സീസൺ വരുന്ന സമയത്ത് അവിടുത്തെ പിന്നെ എന്താ പറയുക പ്രോസസ്സിങ്ങിൽ വരും ഡിലേ ആകാറുണ്ട് എന്നും ചെറിയ കംപ്ലയിൻറ്റ് വരാറുണ്ട്. അത് അല്ലാതെ കൊൽക്കത്തയെക്കുറിച്ച് ഒരു നെഗറ്റീവ് അഭിപ്രായം വേറെ ഇല്ല. ടൂറിസ്റ്റ് സീസൺ. അടുത്തത് പൂനെയാണ്. പൂനെ എന്ന് പറഞ്ഞാൽ വെരി ഗുഡാണ്. ഒരു ഓവറോൾ 4.5 റേറ്റിംഗ് കൊടുക്കുന്നുണ്ട് ആൾക്കാർ പല പല റിവ്യൂ സൈറ്റുകളിലും പല പല ട്രാവൽ ഫോറംസിലും മെസ്സേജ് ബോർഡുകളിലൊക്കെ. പിന്നെ നമ്മുടെ കുറച്ച് ക്ലയൻസ് പൂനെ പോയിട്ടുണ്ട്. അവരുടെ പൂനെ ഉള്ള ആൾക്കാർ തന്നെയാണ് 1-2 പേര് ഇവിടെ പൂനെ പോയിട്ട് പൂനെയെക്കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞു. കാരണം നമ്മൾ ഈ BFC പോകുന്ന ആൾക്കാരോട് സാധാരണ തിരക്കാറുണ്ട്, ഇങ്ങനെയായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്ന്. അപ്പോൾ അവരുടെ ഒരു അഭിപ്രായം വെച്ച് പൂനെ പോയ 1-2-3 ക്ലയൻസ് എനിക്കുണ്ട്. അവർ പറഞ്ഞത് അവർ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സ്റ്റാഫ് വളരെ ഫ്രണ്ട്ലി ആയിരുന്നു, ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ ഓപ്പറേഷൻസ് എല്ലാം വളരെ സീംലെസ് ആയിരുന്നു, സ്മൂത്ത് ആയിരുന്നു. കാരണം ചെന്ന് ചേർന്ന പോലെ തന്നെ ക്യൂ ആയാലും അവരുടെ ഡോക്യുമെൻറ്റ് കളക്ഷൻ ആയാലും ഒരു ഓർഡർ എല്ലാം ഒരു നല്ല വെൽ സ്ട്രക്ചേർഡ് ആയിരുന്നു, ഓർഡർ ഉണ്ടായിരുന്നു. പിന്നെ ചില എംബസികൾക്ക് കൗണ്ടർ വളരെ കുറവായിരിക്കും. കാരണം വെച്ചാൽ എല്ലാ രാജ്യങ്ങളുടെ ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ അവിടെ ചില രാജ്യങ്ങളുടെ ആൾക്കാർക്ക് വളരെ പിന്നെ കൗണ്ടർ കുറവായിരിക്കും. പിന്നെ ഉള്ളൊരു ചെറിയ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ അവിടെ കൊറിയർ ചാർജ്, പൂനെയിലെ കൊറിയർ ചാർജസിനെ കുറിച്ച് ചില കംപ്ലയിൻറ്റ്സ് ഇങ്ങനെ ഞാൻ ജസ്റ്റ് ഡയലിലും ഗൂഗിളിലും ഒക്കെ കണ്ടു. ഇത് മാത്രമാണ് എനിക്ക് പൂനെയെക്കുറിച്ച് പറയാൻ പറ്റിയ ഒരു കംപ്ലയിൻ്റ് എന്ന് പറയുമ്പോൾ. സോ 7ാമത്തെ പറയുമ്പോൾ അഹമ്മദാബാദാണ്. ഓവറോൾ ഒരു സെൻറ്റിമെൻറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ജനറലി നമ്മുടെ ഈ ട്രാവൽ സൈറ്റുകളുടെയും അവിടുത്തെ റിവ്യൂസും റേറ്റിങ്സും ഒക്കെ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു അഹമ്മദാബാദ് നമ്മുടെ ആരും ക്ലയൻസും പോയിട്ടില്ല കേട്ടോ. ഒരു ജനറൽ പോസിറ്റീവായിട്ടുള്ളൊരു ഔട്ട്ലുക്കാണ്. വളരെ മോഡേൺ ആയിട്ടുള്ള വളരെ പിന്നെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിങ് സെൻ്ററാണ് BFSന് അവിടെ ഉള്ളത്. പിന്നെ എഫിഷ്യൻറ്റ് ബയോമെട്രിക് പ്രോസസ് വളരെ എഫിഷ്യൻ്റ് ആണ്. പിന്നെ ഡോക്യുമെൻ്റ് ചെക്കിങ് ചില സമയത്ത് റീചെക്ക് ചെയ്ത് ഇച്ചിരി ഡിലേ ഉണ്ടാകാറെന്ന് പറയാറുണ്ട്. പിന്നെ ഷെങ്കൻ കൺട്രീസിലെ എല്ലാ കൺട്രീസിലെയും അവിടെ ഡോക്യുമെൻറ്റ്സ് ഹാൻഡിൽ ചെയ്യുന്നില്ല, അങ്ങനെ ഒരു പരാതികളും അഹമ്മദാബാദിനെ കുറിച്ച് വരുന്നുണ്ട്. 8ാമതെന്ന് പറയുമ്പോഴത്തേക്ക് ചണ്ഡീഗറാണ്. ചണ്ഡീഗഡ് ഓവറോൾ സെൻറ്റിമെൻറ്റ് ഗുഡാണ്, ബട്ട് ലിമിറ്റഡ് കപ്പാസിറ്റി എന്ന് ആൾക്കാർ പറയുന്നുണ്ട്. അതായത് മെട്രോ സിറ്റീസിനേക്കാളും വളരെ ലെസ് ക്രൗഡഡ് ആണ്. അപ്പോയിൻമെൻറ്റ് ഫാസ്റ്ററായിട്ട് ചിലപ്പോൾ കിട്ടും, അവിടെ കിട്ടാറുണ്ട്. പിന്നെ നമ്മളുടെ ആപ്ലിക്കേഷൻ 2 ദിവസത്തിനുള്ളിൽ എംബസികളിലേക്ക് പോകാറുണ്ട്. നമ്മൾ വൺസ് ബയോമെട്രിക് കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ വിത്തിൻ 2 days അവിടെ എംബസിയിലേക്ക് എത്താറുണ്ട്. ഒരു ട്രാക്കിംഗ് നോക്കുമ്പോൾ പല ആൾക്കാരും കണ്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഒരു മാക്സിമം ഒരു 7-15 ദിവസത്തിനിടയ്ക്കുള്ളിൽ നിങ്ങളുടെ വിസയുടെ ഡിസിഷൻ ഇവിടുന്ന് വരാറുണ്ട്. ഇവിടെ നിന്നല്ല വരുന്നത്, എംബസിയിൽ നിന്നാണ്. പക്ഷേ ഇവരുടെ പ്രോസസ്സിങ്ങിൻ്റെ ഒരു സ്പീഡ് കാരണം നിങ്ങൾക്ക് ഒരു ചണ്ഡീഗറിൽ നിങ്ങൾക്കൊരു എങ്ങനെ പോയാലും ഒരു 20 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ വിസയെക്കുറിച്ചുള്ള ഡിസിഷൻ നിങ്ങൾക്ക് ട്രാക്കിങ്ങിലൂടെ അല്ലെങ്കിൽ അവരുടെ അപ്ഡേറ്റിലൂടെ അറിയാൻ പറ്റും എന്നുള്ളൊരു ഗുഡ് ന്യൂസ് കൂടെ ചണ്ഡീഗറിനെ കുറിച്ച് വരുന്നുണ്ട്. അടുത്തത് നമ്മുടെ സ്വന്തം കൊച്ചിയിലെ ഓവറോൾ സെൻറ്റിമെൻറ്റ് പോസിറ്റീവാണ്. ക്യൂ വളരെ സ്മോളാണെന്ന് പറയാറുണ്ട്. പിന്നെ ബയോമെട്രിക് കളക്ഷൻ ഭയങ്കര എഫിഷ്യൻ്റ് ആണെന്ന് പറയാറുണ്ട്. കാരണം അവിടുത്തെ ഒരു സിസ്റ്റം അങ്ങനെയാണ്. കൊച്ചിയിലാണ് ഞാൻ പോയത്. സോ അവരുടെ ബയോമെട്രിക് പ്രോസസ് വളരെ ഈസി ആയിരുന്നു, വളരെ നല്ല കൃത്യമായിട്ടുള്ള ഒരു ഓർഗനൈസ്ഡ് ആയിരുന്നു അവിടെ. പിന്നെ എല്ലാ എംബസികളും ഇല്ല, ഷെങ്കൻ കൺട്രീസിലെ എല്ലാ എംബസികളുടെയും ഡോക്യുമെൻറ്റ് കളക്ഷനും ബയോമെട്രിക് അവിടെ നടക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ ചില ആൾക്കാർക്ക് ഈ കൊച്ചിയിൽ പോയി കഴിഞ്ഞാൽ എല്ലാ കൺട്രീസും ഇല്ലാത്തതുകൊണ്ട് തന്നെ വേറെ BFS സെൻറ്ററിൽ പോകേണ്ടി വരുന്നു
പറയുന്നുണ്ട്. അപ്പം പിന്നെ ഇവിടെയും ഈ പറഞ്ഞ പോലെ ഞാൻ പോയപ്പോൾ അറിയാം പ്രീമിയം ലോഞ്ച് അവർ പുഷ് ചെയ്യുന്നുണ്ട്. മാക്സിമം പ്രീമിയം ലോഞ്ച് പുഷ് ചെയ്ത് അത് ആവശ്യമില്ല. നമുക്ക് ആ പ്രീമിയം ലോഞ്ച് എന്ന് പറഞ്ഞാൽ ഒന്നും നമുക്ക് കിട്ടില്ല. ആകപ്പാട് കിട്ടുന്നത് വെച്ചാൽ ഈ ട്രാക്കിംഗ് അപ്ഡേറ്റ് കാരണം SMS ഇമെയിലും വരും. അല്ലാതെ വേറെ ഒരു മാങ്ങാത്തൊലി ഈ പ്രീമിയം ലോഞ്ച് ഒരു കുടിവെള്ളം പോലും അവിടെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല. സോ ഈ പ്രീമിയം ലോഞ്ചിൻ്റെ ഒരു അപ്സെല്ലിങ്ങും കൊച്ചിയിലും വളരെ പ്രകടമാണ്. അടുത്ത നമ്മൾ ഹൈദരാബാദാണ്. അവിടെയും ഈ പോസിറ്റീവാണ് പറയുന്നത്. ഹൈദരാബാദ് ഞാൻ പോയിട്ടില്ല, നമ്മുടെ ക്ലയൻസ് ആരും അവിടെ പോയിട്ടില്ല. അപ്പം വളരെ നമ്മൾ ഓൺലൈനിൽ കണ്ടതും റിവ്യൂസൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഫെസിലിറ്റീസ് എല്ലാം മോഡേൺ ആണ്. വളരെ ആധുനിക തരത്തിലുള്ള സൗകര്യം അവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പ്രൈം ലൊക്കേഷനാണ്, നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാവുന്ന ഒരു ലൊക്കേഷനാണ്. സ്റ്റാഫിന് നല്ല പ്രൊഫഷണലും അവർ നല്ല കോർട്ടിയസും അവർ നല്ല എഡ്യൂക്കേറ്ററുമാണ്. എംബസികളുടെ ഫോർമാലിറ്റീസിനെ കുറിച്ച് നല്ല ധാരണയുള്ള സ്റ്റാഫാണ് ഹൈദരാബാദിലുണ്ടെന്നും പല ആൾക്കാരും അവരുടെ അനുഭവത്തിൽ നിന്ന് വ്യക്തമാക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ഇത്തരം VFS സെൻറ്റേഴ്സിനെ കുറിച്ച് നമ്മൾ കണ്ടു. അപ്പം എല്ലായിടത്തും കോമൺ ആയിട്ടുള്ള കുറച്ച് മിസ്റ്റേക്കുകൾ നമുക്ക് പറഞ്ഞുതരാം. പോസിറ്റീവ് എന്ന് പറയുമ്പം ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ് സബ്മിഷൻ സിസ്റ്റം ഉണ്ട് ഒന്ന്. പിന്നെ ബയോമെട്രിക് 10, 15, 20 മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ഉണ്ട്. പിന്നെ ഇമെയിലും SMS അപ്ഡേറ്റുകൾ വളരെ പക്കയായിട്ട് കിട്ടുന്നുണ്ട്. കോമൺ ആയിട്ട് വരുന്ന കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ അപ്പോയിൻമെൻറ്റ് കിട്ടാൻ പാടാണ് പല എംബസികൾ, പല VFS സെൻറ്ററുകളിലും. പിന്നെ ഈ പ്രീമിയം സർവീസ് എന്ന് പറഞ്ഞിട്ട് പ്രീമിയം ലോഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ അനാവശ്യമായിട്ട് കുറേ സർവീസ് കുത്തിക്കയറ്റും. അത് അതിനെക്കുറിച്ച് കംപ്ലൈൻ്റ് ഉണ്ട്. പിന്നെ കൊറിയർ ഫീസും അഡീഷണൽ ചാർജസ് എന്നും പറഞ്ഞിട്ട് കുറച്ച് എമൗണ്ട് അവർ ചാർജ് ചെയ്യുന്നുണ്ട്. ഇതിനെക്കുറിച്ച് കംപ്ലൈൻ്റ് ഉണ്ട്. പിന്നെ വെബ്സൈറ്റിൽ ബുക്കിംഗ് ഗ്ലിച്ചസ് ഉണ്ട്. പല സമയത്തും VFSൻ്റെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ ബുക്കിംഗ് ചെയ്യുന്ന സമയത്ത് സ്ലോട്ട് കിട്ടാനും ബുക്കിംഗ് സമയത്തുള്ള ടെക്നിക്കൽ ഗ്ലിച്ചസും ഒക്കെ അതിൻ്റെ കംപ്ലൈൻ്റ് ഉണ്ട്. അത് മെയിൻ ആയിട്ടുള്ള ആൾക്കാർക്ക് ഫ്രസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ഈ ബുക്കിംഗ് സിസ്റ്റത്തിൻ്റെ പ്രശ്നവും കസ്റ്റമർ സർവീസിലുമാണ് റിപ്പോർട്ട്. കസ്റ്റമർ സർവീസിൽ ഇവർ നമ്മളിപ്പോൾ എംബസിയിൽ നമ്മുടെ ആപ്ലിക്കേഷൻ പോയി കഴിഞ്ഞാൽ കസ്റ്റമർ സർവീസിൽ ഒരാളെ വിളിച്ചു കഴിഞ്ഞാൽ ഒരു കസ്റ്റമർ വിളിച്ച് അവർ പറയും നിങ്ങൾ എംബസിയായിട്ട് ബന്ധപ്പെടാൻ പറയും, എംബസിയായിട്ട് ബന്ധപ്പെടാൻ പറയും, നിങ്ങൾ VFSമായിട്ട് ബന്ധപ്പെടാൻ പറയും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കറക്കത്തെക്കുറിച്ചും പൊതുവായിട്ടും ഉണ്ടാകുന്ന വളരെ വലിയൊരു കംപ്ലൈൻ്റ് ആണ്. VFS എന്ന് പറയുമ്പോൾ ഒരുപാട് ലക്ഷക്കണക്കിന് ആപ്ലിക്കേഷൻ ചെയ്യുന്നൊരു സ്ഥാപനമായതുകൊണ്ട് തന്നെ കസ്റ്റമർ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. എന്നാൽ പോലും അവർ മേടിക്കുന്ന പൈസയ്ക്ക് അവർ കൊടുക്കുന്ന സർവീസ് ഒട്ടും തൃപ്തികരമല്ല. അത്ര ഒരു കസ്റ്റമർ സർവീസാണ് ഏറ്റവും വലിയ പ്രോബ്ലം. പിന്നെ ബുക്കിംഗ് സിസ്റ്റം, അവരുടെ വെബ്സൈറ്റ് ഔട്ട്ഡേറ്റഡ് ആണ്, വളരെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള വെബ്സൈറ്റാണ് ഇവരിപ്പം കൊണ്ടു നടക്കുന്നത്. ആ വെബ്സൈറ്റിൻ്റെ ഗ്ലിച്ചുകൾ ഫിക്സ് ചെയ്യണം. അതുകൂടാതെ ഇവരുടെ കസ്റ്റമർ സപ്പോർട്ടും ഫിക്സ് ചെയ്യണമെന്ന് എല്ലാവരും ഒന്നടങ്കം പറയുന്നുണ്ട്. ഫൈനലായിട്ട് പറയാനുള്ള കാര്യം, എല്ലാ ആപ്ലിക്കൻസിൻ്റെയും വിചാരണം VFS ആണ് വിസയുടെ ഡിസിഷൻ അപ്രൂവൽ ആകണോ റിജക്റ്റ് ആകണോ തീരുമാനിക്കുന്നത്. പക്ഷേ VFS നിങ്ങളുടെ ഡോക്യുമെൻ്റ് ബയോമെട്രിക് മാത്രമാണ് മാനേജ് ചെയ്യുന്നത്. എംബസിയാണ് അൾട്ടിമേറ്റ് ഡിസിഷൻ റിഗാർഡിങ് യുവർ അപ്രൂവൽ നോക്കുന്നത്. സോ നിങ്ങളുടെ പ്രിപ്പറേഷനിലുള്ള ക്വാളിറ്റി ആണ് ഏറ്റവും സെൻറ്റർ ലൊക്കേഷനേക്കാളും ഇമ്പോർട്ടൻറ്റ്. കാരണം നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം പക്കയായിരിക്കണം. ആ വീഡിയോ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ ലിങ്ക് ആ വീഡിയോ ഒക്കെ ഉണ്ട്. കാരണം അപ്പം ഇതിനെക്കുറിച്ചൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. VFS സെൻറ്റേഴ്സിൻ്റെ ഒരു കമ്പാരിസൺ ആയിരുന്നു നമ്മുടെ ഉദ്ദേശം. അപ്പം ഈ വീഡിയോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു. ഹെൽപ്പ് ചെയ്തെങ്കിൽ സപ്പോർട്ട് ചെയ്തിട്ട് ഈ വീഡിയോ സെക്കൻഡ് വിസയ്ക്ക് ട്രൈ ചെയ്യുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക. സോ ദേ ക്യാൻ മേക്ക് എ ബെറ്റർ ഡിസിഷൻ which embassy is the best, which VFS location is the best for them. So thank you so much for watching again, guys, and I will be back with another video. So take care, stay tuned, chill, cheers, bye bye.